നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിസി ലൈഫിൽ എപ്പോഴും ഫോൺ യൂസ് ചെയ്ത് നമ്മൾ അത്രയും സ്ട്രെസ് ഉള്ള ഒരാൾക്ക് നല്ല ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു 4 ടെക്നിക്സ് പറയാൻ പറഞ്ഞാൽ ഡോക്ടറിന് എങ്ങനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുക? ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ അവർ ബെഡ്റൂം. അതായത് നമ്മുടെ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംബിയൻസ് എത്രത്തോളം മനോഹരമാക്കാവോ അത്രത്തോളം മനോഹരമാക്കുക. നമ്മുടെ ബെഡ്റൂമിനെ നമ്മൾ ഏറ്റവും നല്ല മാട്രസ്, ഏറ്റവും നല്ല പില്ലോ, നല്ല ലൈറ്റിങ്സ് ഒക്കെ എല്ലാം കറക്റ്റ് ആയിരിക്കണം, നല്ല സൗണ്ട് പ്രൂഫ്, ലൈറ്റ് പ്രൂഫ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ്, എപ്പോഴും നമ്മുടെ ബോഡിനെ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് നമ്മുടെ എല്ലാ ഓർഗൻസും റെസ്റ്റ് കൊടുക്കണം. നമ്മൾ പല ആൾക്കാരും ഹെവി ഡിന്നർ കഴിച്ചു തുടങ്ങിയാൽ നമ്മുടെ GIT, ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിസ്റ്റം ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിസ്റ്റം ആക്റ്റീവായിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടത്തില്ല. എപ്പോഴും ആ ഒരു ഗ്യാസ്ട്രിക് ബ്ലോട്ടിങ്ങും ആ ഫീൽ കാരണം എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിന്നർ എപ്പോഴും ലൈറ്റ് ആയിരിക്കണം. അത് ഉറങ്ങുന്നതിന്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് തന്നെ ഡിന്നർ കഴിഞ്ഞിരിക്കണം. ഒരു സെമി എംപ്റ്റി സ്റ്റൊമക്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടും. ഇതിപ്പോൾ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മൾ എപ്പോഴും ഡിന്നർ 6 മണിക്ക് മുന്നേ, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ രാത്രി 10 മണിക്കാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ 6 മണിക്ക് കഴിച്ച ആൾ ഒരു 9 മണി 9:30 ആകുമ്പോൾ പിന്നെയും വിശക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ 10 മണിക്ക് ശീലിച്ച ഒരാൾ പെട്ടെന്ന് 6 മണിക്ക് കഴിച്ചിട്ട് പിന്നെ 10 മണിക്ക് കഴിക്കുന്നത് ചിലപ്പം വിശന്നിരിക്കും. അത് ബോഡിയുടെ ഹാബിറ്റിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഡിന്നർ കഴിച്ചിട്ട് ഒരു വളരെ മൈൽഡ് ഒരു സ്നാക്സ് എന്തെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നമ്മൾ സ്ലീപ്പ് ടൈമിങ്സ് എപ്പോഴും റെഗുലറായിട്ട് സ്ലീപ്പ് ടൈമിങ്സ് ചെയ്യുക. കാരണം നമ്മൾ ബോഡി എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുക. അതിനെ എപ്പോഴും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ചാണ് ബോഡി റിയാക്ട് ചെയ്യുന്നത്. ഒരു ദിവസം 10 മണി ഉറങ്ങുന്നു, മറ്റൊരു ദിവസം വേറൊരു സമയത്ത് ഉറങ്ങുന്നു, ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ ബ്രെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്ലീപ്പ് ടൈം കറക്റ്റായിട്ട് വെക്കുക. ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലെ മെലറ്റോണിൻ സെക്രീറ്റ് നമ്മൾ സ്ലീപ്പ് ഇൻഡക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ എപ്പോഴും സ്ലീപ്പ് റിതം അത് കറക്റ്റ് ആക്കി വെക്കുക. ഈ എറാറ്റിക് സ്ലീപ്പ് പാറ്റേൺ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഈ പ്രോബ്ലം വരും. ഈ ചില ദിവസം ഡേ ഡ്യൂട്ടി, ചില ദിവസം ആഫ്റ്റർനൂൺ ഡ്യൂട്ടി, ചില ദിവസം നൈറ്റ് ഡ്യൂട്ടി, ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്ലീപ്പ് എപ്പോഴും ഡിസ്റ്റർബ് ആയിരിക്കും. 4ാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക് സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് ആണ്. അതായത് നമ്മുടെ ബോഡിനെ നമ്മൾ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചില പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പം ചിലർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ സ്ഥിരമായിട്ട് കേട്ട് അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ കുറയുമ്പം പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരാം. ഇനീഷ്യലി അതിൻ്റെ ഒരു ഗുണം കിട്ടിയെന്ന് വരികയില്ല. നമ്മളിങ്ങനെ പാട്ട് കേട്ടാലും ഉറക്കം വന്നില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ട് ഉറങ്ങുമ്പോഴേക്കും കുറേ കഴിയുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരും. അത് പാട്ടാവാം, ആൽഫ മെഡിറ്റേഷൻ ആവാം, എന്തെങ്കിലും ഒരു മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങനെ ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും ആരോടെങ്കിലും ഇഷ്ടമുള്ളവരോട് സംസാരിച്ചാൽ അങ്ങനെ സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് അതിനെ നമ്മളെ ബോഡിയിലെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രക്രിയ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉടനെ ഉറക്കം വരാൻ സാധ്യതയുണ്ട്.